ഫ്രണ്ട്സ്, ഞാൻ ഫാത്തിമ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ഇതിലേക്ക് ആവശ്യം ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു സവാള കുഞ്ഞിതായി അരിഞ്ഞത്, അരിയാത്ത 3 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ, 4 മാഗി ക്യൂബ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് ഫുഡ് കളറ്, 1 കിലോ നല്ല കഴുകി വെച്ച ചിക്കൻ. ഇനി ഒരു പാൻ എടുക്കുക, അതായത് ഒരു ബിരിയാണി പോട്ട് എടുക്കുക. അടുപ്പത്ത് വെക്കരുത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഏലക്കായും ഉടച്ച മാഗി ക്യൂബും ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ഉപ്പിടുന്നില്ല, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ഉപ്പില്ലാത്തതാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പിട്ടോളൂ. പിന്നെ ക്യാപ്സിക്കം അരിയാതെ, അതുപോലെ തന്നെയുള്ള മുളക്, സവാള, മല്ലിച്ചപ്പ്, കുരുമുളക്, പിന്നെ റെഡ് ഫുഡ് കളർ എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ചിക്കൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുക്കാം. അത് ചിക്കനിൽ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ്, 1 കിലോന്. ഇനി ഇത് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ, 2 പട്ട എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ചിക്കനിൽ നിന്ന് നമുക്ക് സൺഫ്ലവറിൽ മാറ്റി വയ്ക്കാം. ചിക്കനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ മതി. ബാക്കിയൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇടയ്ക്ക് ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാനൊന്നും മറക്കരുത്. ഇനി ചിക്കൻ്റെ മുകളിലോട്ട് റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റ് സിമ്മിൽ അടച്ച് വെച്ച്
ഇനി ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് മല്ലിച്ചപ്പ്, 2 പച്ചമുളക്, 2 തക്കാളി, 1 വലിയുള്ളി എന്നിവ ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പർ ഇല്ലാത്തവർ കുഞ്ഞിതായിട്ട് അരിഞ്ഞാലും മതി. ചോപ്പർ ഉണ്ടെങ്കിൽ അത്രയ്ക്കും ബെറ്റർ ആയിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മുപ്പത് മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് തുറന്ന് നോക്കിയപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ റൈസ് മുഴുവൻ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ മാറ്റിയിട്ട് ബിരിയാണി പോട്ടിൽ ഈ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പിന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ഇട്ട് തന്നേരെ. ഇറ്റ്സ് മീ ഫാത്തിമ സൈനിങ് ഓഫ്.